ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വൈകുന്നേരം ചേട്ടൻ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ചെറിയ ഈവനിങ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത്. ഇതെവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ സ്വന്തം തൊട്ടിപ്പാലം. അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തക്കലയിൽ നിന്നും ഒരു 10 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ തൊട്ടിപ്പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ളതും അതുപോലെ തന്നെ നീളമുള്ളതുമായ കോൺക്രീറ്റ് പാലമാണ്. പിന്നെ കന്യാകുമാരി ജില്ലയിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ അഹങ്കാരങ്ങളുണ്ട് കേട്ടോ. അതായത് തൃപ്പരപ്പരുവി, പിന്നെ ഈ തൊട്ടിപ്പാലം, ബേച്ചിപ്പാറ ഡാം, പിന്നെ പത്മനാഭപുരം പാലസ്, ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ പാലം ഉണ്ടല്ലോ, ഇത് ഇവിടെ താഴെ ഇതുപോലെ ചെറിയൊരു ആറുണ്ട് കേട്ടോ. ഈ ആറിൻ്റെ മുകളിൽ കൂടെ ഇപ്പോൾ പണിത പാലമാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പണി കഴിപ്പിച്ചാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ അത് പണി കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ സൈഡിലായിട്ടാണ് നമ്മുടെ തൊട്ടിപ്പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഏകദേശം 115 അടി ഉയരവും അതുപോലെ തന്നെ 1 കിലോമീറ്ററോളം നീളവുമാണ് ഈ പാലത്തിനുള്ളത്. അതുപോലെ തന്നെ 28 വലിയ തൂണുകൾ, വലിയതെന്ന് പറഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള ഈ 28 തൂണുകളാണ് ഈ പാലത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പാലത്തിൽ കയറണമെങ്കിൽ മുകളിലൂടെ ഒരു വഴിയുണ്ട്. അതുവഴിയാണ് പാലത്തിലോട്ട് കയറാനുള്ള വഴി. ഞങ്ങൾ ഇന്ന് അവിടെ പോയില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് അത്രയും നടക്കാനും പാലത്തിൽ കൂടെ കയറി ഇറങ്ങാനും ഒന്നുമുള്ള ആരോഗ്യമില്ല, നല്ല നടുവേദനയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ താഴെ ആറിൽ വന്ന് ഇച്ചിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന്. പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ മോൻ വിടത്തില്ലല്ലോ. പിന്നെ അവൻ പറഞ്ഞു എനിക്കിവിടെ നീന്തണം, കളിക്കണം, കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പനും മോനും കൂടെ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കരയ്ക്ക് കാവലിരിക്കുകയാണ്. പിന്നെ ഈ പാലത്തിൽ എല്ലാവർക്കും ഒന്നും അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. അതിന് നല്ല മനധൈര്യം വേണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റിലാണ് ഈ പാലം പണിത് വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ മിഡിലൊക്കെ എത്തുമ്പോൾ ഒത്തിരി താഴ്ചയായിട്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ തന്നെ പേടിച്ചു പോകും കേട്ടോ. പക്ഷേങ്കിലുണ്ടല്ലോ, അവിടെ നടുക്ക് ചെന്നിട്ടൊന്ന് ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാലോ ഒരു സ്വർഗം തന്നെ. നമുക്ക് വേറെ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ചെറിയ പാർക്കുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ചുമ്മാ റെസ്റ്റ് എടുക്കാനോ കുറച്ച് പിള്ളേരെ കളിക്കാൻ വിടാനോ ഒക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് ഇത്. പിന്നെ ഈ പാലത്തിന് എന്തിനാ തൊട്ടിപ്പാലം എന്ന് പേര് വന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തിട്ട് വരിക. അതായത് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വലിയ തൂണുകളുടെ മുകളിലൂടെ തൊട്ടികൾ ഘടിപ്പിച്ച ആകൃതിയിലാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ തൊട്ടിപ്പാലം എന്ന് പറയുന്നത്. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് മുകളിൽ കയറാൻ ഈ സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡയറക്റ്റായിട്ട് ഈ തൊട്ടിപ്പാലത്തിൻ്റെ ഒരു എൻഡ് വരെ അവിടെ വെഹിക്കിളെല്ലാം അലൗഡാണ്. നമുക്ക് അവിടെ കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് തൊട്ടിപ്പാലത്തിൻ്റെ ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ പോകാനും, അതുവഴി ഇത് താഴെ ഇറങ്ങി വരുവാണെങ്കിൽ ഈ താഴത്തെ ചെറിയ പാലം ഉണ്ടല്ലോ, ഈ പാലം, ചെറിയ പാലവും ഈ അതിൻ്റെ താഴെ കൂടെയുള്ള ആറും എല്ലാം കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്നതാണ്. എന്തായാലും ഞങ്ങൾക്കിന്ന് വലിയ പാലത്തിൽ കയറാൻ പറ്റിയില്ല. ഒന്ന്, എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമാണ്. രണ്ടാമത് ഇതിപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ 5:30 6 മണിയായി, നേരെ ഇരുട്ടാറായി. അത് കാരണം ഇനി മുകളിൽ കയറി ഇറങ്ങുമ്പോൾ പാതിരാത്രിയാവും. അതുകൊണ്ട് പിന്നെ അവിടെ പോകണ്ട, ഇനി മറ്റൊരു ദിവസം വരാമെന്ന് ആലോചിച്ചാണ് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ മറ്റൊരു ദിവസം ഞാൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ മുകളിലത്തെ പാലത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും കന്യാകുമാരി ജില്ലയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ മിസ് ചെയ്യാതെ വന്ന് കാണേണ്ട ഒരു സ്പോട്ടാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.